ورحمة الله وبركاته. السلام عليك أيها النبي 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 ورحمة الله وبركاته. إلهي أنت مقصودي ورضاك مطلوبي. إلهي أنت مقصودي ورضاك مطلوبي. إلهي أنت مقصودي ورضاك مطلوبي. حسبنا الله ونعم الوكيل ونعم المولى ونعم النصير. حسبنا الله ونعم الوكيل ونعم المولى ونعم النصير. غفرانك ربنا وإليك المصير. غفرانك ربنا وإليك المصير. دعواهم فيها سبحانك اللهم وتحيتهم فيها سلام وآخر دعواهم والحمد لله رب العالمين. تقبل الله. കാരുണ്യവാനായ റഹ്മാനായ റബ്ബ് നമ്മെ സ്വീകരിക്കട്ടെ. നമ്മുടെ ഈ മജ്ലിസിനെ ഖബൂൽ ചെയ്യട്ടെ. ഈ ചാരിറ്റി വില്ലേജിലെ സാധുക്കളായി മക്കളോടൊപ്പമുള്ള ഈ ദുആഇന്റെ മജ്ലിസും ഇവിടെ പ്രതീക്ഷയോടെ വന്നു ചേർന്ന മുഴുവൻ ആളുകളുടെ ഹലാലായ ആഗ്രഹങ്ങളെയും അള്ളാഹു നിറവേറ്റട്ടെ. വിശിഷ്യ എല്ലാ മാസവും അള്ളാഹു നൽകുന്ന നിഅമത്തിന്റെ ഒരു വിഹിതം നൽകി സഹായിക്കുന്ന മുഴുവൻ മാസവരിക്കാരും സഹായികളുമായ എല്ലാ ആളുകളുടെയും എല്ലാ നിയ്യത്തുകളെയും അള്ളാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. ജീവിതത്തെ അള്ളാഹു ഖൈറിലും ബറക്കത്തിലും എല്ലാ ഉയർച്ചയിലുമായി നിർത്തി കൊടുക്കട്ടെ. എല്ലാ വിഷമതകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളിൽ നിന്നെല്ലാം അള്ളാഹു അവരെയും നമ്മയും എല്ലാവരെയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ. എല്ലാവിധ ഖൈറും അള്ളാഹു നൽകുമാറാകട്ടെ. വിശേഷ ഇന്നത്തെ ദിവസം പ്രത്യേകം ദുആ വസിയത്ത് ചെയ്ത് വന്നിട്ടുള്ള നമ്മുടെ വേണ്ടപ്പെട്ടവരായ ഒരുപാട് സഹായികളുണ്ട്, ആളുകളുണ്ട്. അവരുടെ എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അള്ളാഹു നിറവേറ്റട്ടെ. എല്ലാ മാസവും വലിയ സഹായം നമുക്ക് ചെയ്തു തരാറുള്ള കല്ലറ അനസ് സലാഹുദ്ദീൻ എന്ന് പറയുന്ന സഹോദരൻ, വിദേശത്ത് കഴിയുന്ന ആ സഹോദരന്റെ ഉപജീവന വഴികളിലെല്ലാം അല്ലാഹു റബ്ബുൽ ആലമീൻ ബറക്കത്ത് ചെയ്യട്ടെ, ഐശ്വര്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ ഖൈറും അല്ലാഹു നൽകുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ സംരംഭങ്ങളെ അല്ലാഹു വിജയിപ്പിക്കുമാറാകട്ടെ. കുടുംബത്തിൽ ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും അല്ലാഹു ആഫിയത്തും ഖൈറും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ സന്തോഷവും അല്ലാഹു നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. അതുപോലെ കരുനാഗപ്പള്ളി വന്ദന എംപോറിയം ഷാജഹാൻ സാഹിബ് അള്ളാഹു അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ. അദ്ദേഹത്തിന്റെ നിയത്തിന് അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അർഹമായ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു അദ്ദേഹത്തിന് നൽകി അനുഗ്രഹിക്കട്ടെ. ജീവിത വഴികൾ അള്ളാഹു ഐശ്വര്യത്തിലാക്കി കബൂൽ ചെയ്യുമാറാകട്ടെ. എല്ലാവിധ ഖൈറും ബറക്കത്തും അള്ളാഹു നൽകുമാറാകട്ടെ. അതുപോലെ ആലുവ അഷ്റഫ എന്ന സഹോദരന്റെ മകൻ, വിദേശത്ത് കഴിയുന്ന മകന്റെ ജീവിത മാർഗങ്ങളിൽ അള്ളാഹു ബറക്കത്ത് നൽകട്ടെ, ഐശ്വര്യം നൽകട്ടെ. എല്ലാ മാസവും നമ്മെ സഹായിക്കാറുള്ള സഹോദരന്റെ വരുമാന മാർഗത്തിൽ അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ, ഐശ്വര്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ വിഷമതകളെയും അള്ളാഹു മാറ്റട്ടെ. അഷ്റഫ് സാഹിബിനും ഭാര്യയ്ക്കും കുടുംബത്തിനുമൊക്കെ അള്ളാഹു എല്ലാവിധ ഖൈർ നിഅമത്തുകളും അള്ളാഹു കൊടുക്കട്ടെ. ജീവിതത്തിന്റെ എല്ലാ മേഖലകളും അള്ളാഹു സന്തോഷത്തിലാക്കുമാറാകട്ടെ. ഇവിടെ എല്ലാ നിയ്യത്തുകൾ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അതുപോലെ കോട്ടയം സജീർ എന്ന സഹോദരൻ സൗദിയിലെ യാമ്പൂൽ വർക്ക് ചെയ്യുന്ന ആ സഹോദരന്റെയും ഉപജീവന വഴികളെ അള്ളാഹു ബറക്കത്തിലാക്കട്ടെ, ഐശ്വര്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ നിഅമാത്തുകളെയും അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. സന്തോഷവും സമാധാനവും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഖൈറും ബറക്കത്തും നാഥനായ റബ്ബ് എന്നെന്നും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ സ്വാദിഖ് എന്ന സഹോദരൻ കണ്ണൂരിൽ നിന്നും കുവൈറ്റിൽ കഴിയുന്ന ആ സഹോദരന്റെ നിയ്യത്തുകൾ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളെയും അള്ളാഹു ബറക്കത്തിലാക്കട്ടെ. മകളുടെ വിദ്യാഭ്യാസം, ഭാവി കാര്യങ്ങൾക്കെല്ലാം അള്ളാഹു എല്ലാവിധ നിഅമത്തും ബറക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ഓരോ സമയവും ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത് എന്തെല്ലാം വിഷയങ്ങളുണ്ടോ അതിനെ ഒക്കെ അള്ളാഹു റബ്ബുൽ ആലമീൻ സഫലമാക്കി കബൂൽ ചെയ്യുമാറാകട്ടെ. ഖൈറും നിഅമത്തും ബറക്കത്തും ഒക്കെ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ വേണ്ടപ്പെട്ടവരായ ഓരോ മാസവും നമ്മെ സഹായിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരുടെ എല്ലാവരുടെയും എല്ലാ നിയ്യത്തുകളെയും അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ ഒരുപാട് നാളുകളായി സ്ഥാപനവുമായിട്ട് സഹകരിക്കുന്ന കുടുംബം, അതുപോലെ അവരുടെ മകളുടെ പ്രഗ്നൻസിയുടെ സമയത്ത് നേർച്ച ചെയ്തിരുന്ന കാര്യം
അള്ളാഹു അതിനെ കബൂൽ ചെയ്തു. അള്ളാഹു റബ്ബുൽ ആലമീൻ പ്രത്യേകം അനുഗ്രഹം ചെയ്യട്ടെ. തേമ്പാമ്പോട് നാസിറ അജ്മൽ എന്ന ദമ്പതികളുടെ മകൾ മിൻഹ മറിയമിന്റെ ദീർഘായുസിനും പൂർണ്ണമായ ആരോഗ്യത്തിനും വേണ്ടിയിട്ട് ദുആ ചെയ്യാൻ പറഞ്ഞ കാര്യം അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ആ മകളെ പ്രഗ്നന്റ് ആയിരുന്നപ്പോൾ അവർ ചെയ്തിരുന്ന നേർച്ചയുടെ ഭാഗമായിട്ട് പ്രത്യേകം നിയത്ത് ചെയ്തതാണ്. അള്ളാഹു ആ നിയത്തിനെ കബൂൽ ചെയ്യട്ടെ. ഒരു മനസ്സിൽ കരുതി എന്തെല്ലാം ഹലാലായ ആഗ്രഹങ്ങളും മുറാദുകളുണ്ടോ അതിനെ ഒക്കെ റഹ്മാനായ റബ്ബ് സഫലമാക്കി കൊടുക്കട്ടെ. എല്ലാ വിഷമതകളെയും പ്രയാസങ്ങളെയും അള്ളാഹു ദൂരീകരിച്ചു കൊടുക്കട്ടെ. ഹലാലായ ആഗ്രഹങ്ങൾ അഭിലാഷങ്ങളും ഒക്കെ റഹ്മാനായ റബ്ബ് നിറവേറ്റി കൊടുക്കുമാറാകട്ടെ. അതുപോലെ ഓൾസെയിൻസ് ജാഫർ എന്ന സഹോദരന്റെ മകൾ ഹാജറ ജാഫർ 1 വയസ്സ് പൂർത്തിയാവുകയാണ്. ആ മകൾക്ക് അള്ളാഹു നല്ല ആയുരാരോഗ്യവും ബറക്കത്തും ഐശ്വര്യവും നൽകട്ടെ. നല്ല ഭാവി കൊടുക്കട്ടെ. ആ മാതാപിതാക്കൾ ആഗ്രഹിക്കുന്ന എല്ലാ ഹലാലായ ആഗ്രഹങ്ങളെയും അള്ളാഹു നിറവേറ്റി കൊടുക്കട്ടെ. പേരൂർക്കട റഹ്മത്ത് എന്ന സഹോദരിക്ക് എല്ലാവിധ ഖൈറും ബറക്കത്തും അള്ളാഹു നൽകട്ടെ. അവർ വസിയത്ത് ചെയ്ത് എന്തെല്ലാം വിഷയങ്ങളുണ്ടോ അതിനെ ഒക്കെ റഹ്മാനായ റബ്ബ് സഫലമാക്കി കൊടുക്കട്ടെ. അതുപോലെ നമ്മുടെ സ്ഥാപനത്തിലെ സ്റ്റാഫായിട്ടുള്ള മീന എന്ന സഹോദരി കല്ലറ, അവരുടെ സഹോദരിയുടെ നാത്തൂന്റെ ഭർത്താവ് കെ ബാലകൃഷ്ണൻ നായർ ആക്സിഡന്റ് സംഭവിച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. ഓപ്പറേഷന് പറഞ്ഞിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് പൂർണ്ണമായ ആരോഗ്യസ്ഥിതിയിലേക്ക് നാഥനായ റബ്ബിന്റെ പ്രത്യേകമായ ഫضل കൊണ്ട് എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. അവർ ഈ സ്ഥാപനത്തിലെ സഹോദരങ്ങൾക്ക് ചെയ്യുന്ന സേവനത്തിന്റെ ബറക്കത്തൊക്കെ കൊണ്ട് അല്ലാഹു അവരുടെ വിഷമങ്ങളെ മാറ്റിക്കൊടുക്കട്ടെ. അവരുടെ രോഗിയായി അപകടത്തിൽ കഴിയുന്ന ആ സഹോദരന്റെ വിഷമങ്ങൾ മാറി എത്രയും വേഗം പൂർണ്ണമായ ആരോഗ്യസ്ഥിതിയിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. ആരോഗ്യത്തോടെ ആ കുടുംബത്തിലേക്ക് എത്തി റാഹത്തോടെ ജീവിക്കാൻ അല്ലാഹു അവസരം കൊടുക്കട്ടെ. ഹിദായത്തിന്റെ പ്രകാശം കൊണ്ട് ആ കുടുംബത്തിനെ അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തിരുവനന്തപുരം ആമിന എന്ന സഹോദരിക്ക് അള്ളാഹു ജോലിയിൽ ബറക്കത്ത് കൊടുക്കട്ടെ, ഐശ്വര്യം നൽകട്ടെ. എല്ലാവിധ നിഅമത്തുകളും സന്തോഷവും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വെള്ളനാട് ഫാത്തിമ എന്ന സഹോദരിയുടെ കുടുംബത്തിന് എല്ലാവിധ ഖൈറും റഹ്മാനായ റബ്ബ് നൽകട്ടെ. അതുപോലെ ഒരുപാട് നാളായി സ്ഥാപനത്തിന്റെ സഹകാരിയായിട്ടുള്ള അവനവഞ്ചേരി നഫീസ ബീവി എന്ന ഉമ്മ, അവർക്ക് അള്ളാഹു ശരീരത്തിന് സുഖം കൊടുക്കട്ടെ. കുടുംബത്തിന് എല്ലാവിധ ഖൈറും ബറക്കത്തും അള്ളാഹു നൽകുമാറാകട്ടെ. ശരീരത്തിലെ ചില ബുദ്ധിമുട്ടുകളുടെ ഭാഗമായിട്ട് ഒരു ഓപ്പറേഷൻ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും അവരാശങ്കപ്പെടുന്ന ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ, ഒരു ഓപ്പറേഷനും ഇല്ലാതെ പൂർണ്ണമായ ആരോഗ്യസ്ഥിതിയിലേക്ക് അള്ളാഹു അവരെ എത്തിച്ച് നിലനിർത്തി കൊടുക്കട്ടെ. അവരുടെ വിഷമങ്ങളെ ഒക്കെ അള്ളാഹു മാറ്റി കൊടുക്കട്ടെ. പ്രയാസങ്ങൾ അള്ളാഹു ദൂരീകരിച്ചു കൊടുക്കട്ടെ. അവരുടെ മകൾ ബിൻഷ എന്ന സഹോദരിക്ക് സുഖപ്രസവത്തിനും ശരീരസുഖത്തിനും കുടുംബത്തിന്റെ ഐശ്വര്യത്തിനും വേണ്ടിയിട്ട് ദുആ ചെയ്യാൻ പറഞ്ഞ കാര്യവും അള്ളാഹു കബൂൽ ചെയ്യട്ടെ. സ്വാലിഹീങ്ങളായ ആരോഗ്യമുള്ള മക്കളെ റാഹത്തായി ജന്മം കൊടുക്കാനുള്ള ആരോഗ്യസ്ഥിതി അള്ളാഹു കൊടുക്കട്ടെ. എല്ലാ പ്രയാസങ്ങളെയും അള്ളാഹു മാറ്റി കൊടുക്കുമാറാകട്ടെ. അതുപോലെ അവരുടെ മരുമകൾ ഫാത്തിമ എന്ന സഹോദരിക്കും സുഖപ്രസവത്തിനുള്ള അവസരം അള്ളാഹു നൽകട്ടെ. ശരീരസുഖം നൽകി അനുഗ്രഹിക്കട്ടെ. വിഷമങ്ങളെയൊക്കെ അള്ളാഹു മാറ്റിക്കൊടുക്കട്ടെ. നിയത്ത് ചെയ്തിട്ടുള്ള എല്ലാ വിഷയങ്ങളെയും അള്ളാഹു സഫലമാക്കി കബൂൽ ചെയ്യുമാറാകട്ടെ. ബാലരാമപുരം സലീം എന്ന സഹോദരന്റെ സഹോദരി താജുന്നിസ, അവരുടെ ഭർത്താവ് മുഹമ്മദ് ഷാഫി സാഹിബ് മരണപ്പെട്ടിട്ട് 1 ആണ്ട് കൂടെ പൂർത്തിയാവുകയാണ്. അള്ളാഹു അവർക്ക് മഗ്ഫിറത്ത് കൊടുക്കട്ടെ, മർഹമത്ത് കൊടുക്കുമാറാകട്ടെ. സ്വർഗാവകാശികൾ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ജന്നാത്തുൽ ഫിർദൗസിന്റെ അയലുകാരിൽ അള്ളാഹു പെടുത്തട്ടെ. അവരുടെ മക്കളായ മുഹമ്മദ് ഷാഫി, ഷിഫാമോട്, അതുപോലെ ഭാര്യ ഹസീന ബിവി, അവരുടെ കുടുംബത്തിൽ എല്ലാവർക്കും, ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും എല്ലാ ഖൈറും സന്തോഷവും സമാധാനവും അള്ളാഹു നൽകട്ടെ. വിഷമങ്ങളെ അള്ളാഹു മാറ്റിക്കൊടുക്കുമാറാകട്ടെ. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ അള്ളാഹു നിറവേറ്റി കൊടുക്കട്ടെ. കുണൂർ ഫാമിലി, അവർക്ക് എല്ലാവിധ ഖൈറും ബറക്കത്തിനും വേണ്ടിയിട്ട് ദുആ ചെയ്യാൻ പറഞ്ഞ കാര്യം അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഒരു നിയത്ത് ചെയ്ത എല്ലാ വിഷയങ്ങളെയും അള്ളാഹു സഫലമാക്കി കൊടുക്കുമാറാകട്ടെ. അതുപോലെ നമ്മുടെ സ്ഥാപനത്തിന്റെ സഹകാരിയായ വെഞ്ഞാറമൂട് സ്വദേശിയായ ഒരു സഹോദരന്റെ ഭാര്യ മരണപ്പെട്ടു. അടുത്ത ഹൈറായ ഒരു വിവാഹം ആഗ്രഹിക്കുകയാണ്. എത്രയും വേഗം ആ വിവാഹം നടന്നു കിട്ടാൻ നിയത്ത് ചെയ്ത ആ സഹോദരന്റെ നിയത്തിനെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ. മനസ്സിലെ ഹലാലായ അദ്ദേഹത്തിന്റെ ആഗ്രഹത്തിനെ അള്ളാഹു എത്രയും വേഗം നടപ്പിലാക്കി കൊടുക്കട്ടെ. അതിന്റെ വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കട്ടെ. ശാരീരികവും മാനസികവുമായ എല്ലാ ദുഃഖങ്ങളും വിഷമങ്ങളും രോഗാവസ്ഥകൾക്കും അള്ളാഹു ശമനം കൊടുക്കട്ടെ. പരിപൂർണമായ ആഫിയത്ത് അള്ളാഹു നൽകട്ടെ. ആ കുടുംബത്തിന് അള്ളാഹു സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ കൈതോട് ഫെമിന എന്ന സഹോദരിയുടെ 3.5 വയസ്സായ മകന്റെ സംസാരം അള്ളാഹു ശരിയാക്കി കൊടുക്കട്ടെ. നാഥനായ റബ്ബിന്റെ പ്രത്യേകമായ കൃപയും ഫضലും ആ കുടുംബത്തിനും ആ കുഞ്ഞിനും അള്ളാഹു നൽകട്ടെ. ആ മകന്റെ വിഷയത്തിലുള്ളവരുടെ വിഷമം അള്ളാഹു മാറ്റിക്കൊടുക്കുമാറാകട്ടെ. നെടുമങ്ങാട് മുഹമ്മദ് കബീർ എന്ന സഹോദരൻ മരണപ്പെട്ടു പോയ മാതാവ് ഖാദർ ബീവി, അള്ളാഹു റബ്ബുൽ ആലമീൻ അവരെ സ്വീകരിക്കട്ടെ. മഗ്ഫിറത്തും മർഹമത്തും ആ മാതാവിന് നൽകട്ടെ. ഇവിടെ ജോലിയിൽ അള്ളാഹു ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. മക്കളെ എല്ലാവരെയും അള്ളാഹു ഹാഫിളീങ്ങളുമാക്കി ചെയ്യുമാറാകട്ടെ. മറ്റെന്തെല്ലാം ഹലാലായ ആഗ്രഹങ്ങൾ അവരുടെ മനസ്സിലുണ്ടോ അതിനെ ഒക്കെ റഹ്മാനായ റബ്ബ് സഫലമാക്കി കൊടുക്കട്ടെ. എല്ലാ വിഷമങ്ങൾ പ്രയാസങ്ങളൊക്കെ നാഥനായ റബ്ബ് ദൂരീകരിച്ചു കൊടുക്കട്ടെ. അതുപോലെ ഈ മജ്ലിസിൽ
എന്തെല്ലാം നെയ്യത്തുകൾ മനസ്സിൽ കരുതി ദുആ വസിയ്യത്ത് ചെയ്ത ആരെല്ലാം ഉണ്ടോ ഈ നാട്ടിലും വിദേശങ്ങളിൽ പ്രവാസ ലോകത്തിലൊക്കെയായി വിവിധങ്ങളായ മാർഗങ്ങളുമായി ബന്ധപ്പെട്ട് കഴിയുന്ന എല്ലാ സ്നേഹിതരുടെയും ഈ പ്രസ്ഥാനത്തിന്റെ അഭ്യുദയകാംക്ഷികളുടെയും നിയ്യത്തുകൾ അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. ആഗ്രഹങ്ങൾ അല്ലാഹു നിറവേറ്റി കൊടുക്കട്ടെ. ശിഷ്യ ഇന്നത്തെ ദിവസം ഈ മജ്ലിസിലേക്ക് എത്തിച്ചേർന്ന ഒരുപാട് നിയ്യത്തുകൾ മനസ്സിലുള്ള പലതരത്തിലുള്ള വിഷമങ്ങൾ പ്രയാസങ്ങൾ മാറാൻ ആഗ്രഹിച്ചുള്ള എല്ലാവരുടെയും നിയ്യത്തുകൾ അല്ലാഹു സഫലമാക്കട്ടെ. റഹ്മാനായ റബ്ബിന്റെ പ്രത്യേകമായ ഫضലും കൃപയും അല്ലാഹു അവർക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഈ സ്ഥാപനത്തിലെ സാധുക്കളായ നിഷ്കളങ്കരായ പാപവും തെറ്റൊന്നും അറിയാത്ത ഈ നിഷ്കളങ്കരായ കുഞ്ഞു മക്കളോടുള്ള നാഥനായ റബ്ബിന്റെ കരുണ കൊണ്ട് ഇവരുടെ ജീവിതത്തിൽ എല്ലാവിധ ഹൈറും ഉയർച്ചകളും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ 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 യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് ദുആയിലേക്ക് പ്രവേശിക്കാം. അതിനു മുമ്പ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഓർമ്മപ്പെടുത്തുന്നത്, ഈ സ്ഥാപനം ഈ ഉമ്മത്തിലെ ഏറ്റവും അവശരായ, കഷ്ടത അനുഭവിക്കുന്ന, മറ്റുള്ളവരുടെ സഹായം കൊണ്ടല്ലാതെ ഒരു ദിവസത്തെ നിത്യജീവിതം തള്ളി നീക്കാൻ കഴിയാത്ത, ഏറ്റവും അധികം വിഷമകരമായ അനാഥത്വം അനുഭവിക്കുന്ന സാധുക്കളായ മക്കളുടെ സ്ഥാപനമാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം എല്ലാ അർത്ഥത്തിലും അനാഥരാണ്. പ്രത്യേകിച്ച് ഇവർക്ക് വേണ്ടി എന്തെങ്കിലും ഒരു സഹായം പ്രത്യേകമായി നൽകാൻ ആരും തന്നെയില്ല. അങ്ങനെ പ്രത്യേകമായി നൽകപ്പെടുന്ന രീതിയുമില്ല. വേറെ ഏതെങ്കിലും പ്രത്യേകമായ ഒരു സോഴ്സിൽ നിന്നുള്ള വരുമാനങ്ങളൊന്നുമല്ല. പടച്ചവന്റെ പ്രത്യേകമായ ഒരു കൃപയിൽ ഈ നടക്കുന്ന ദുആയിലൊക്കെയുള്ള അത്ഭുതകരമായ അനുഭവത്തിലൂടെ അങ്ങ് നടന്നു പോകല. ഒരു ദിവസം 30,000 രൂപയോളമാണ് സ്ഥാപനത്തിന്റെ ചെലവ്. ഈ അടുത്ത സമയങ്ങളിലായി എല്ലാവരും അനുഭവിക്കുന്ന പ്രയാസം നന്നായി നമ്മളും അനുഭവിക്കുകയാണ്. പ്രത്യേകിച്ച് അതിൻ്റെ കാരണമായി മാറിയ പശ്ചിമേഷ്യയിലെ യുദ്ധം, ഇറാനും അമേരിക്കയുമായിട്ടുള്ള യുദ്ധം, അത് വരുത്തിവെച്ച കെടുതി എന്ന് പറഞ്ഞാൽ അതിഭയാനകമാണ്. വരുന്ന ആളുകളിൽ നമ്മുടെ വീടുകൾ, കുടുംബങ്ങളൊക്കെ അനുഭവിക്കുന്ന പ്രയാസം, ആ പ്രയാസം വളരെയധികം കടുത്ത അവസ്ഥയിലാണ്. എല്ലാവരും ഞെരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പൊതുജനത്തിൻ്റെ എന്തെങ്കിലുമൊക്കെ സഹായം കൊണ്ട് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഈ സ്ഥാപനമൊക്കെ വളരെയധികം പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. ഇത്തരണത്തിൽ മാസത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ ചെയ്തു തരുന്ന സാധുക്കളായ ഒരുപാട് പേര്, എല്ലാ സാധാരണക്കാരാണ് ഇതുവരെയുള്ള സഹായികൾ. ഇന്നത്തെവരോടും നമുക്കൊന്നും വലിയ വരുമാനങ്ങളൊന്നും ഉള്ളവരല്ല, എങ്കിലും നമ്മളെ കൊണ്ടൊക്കെ എന്തെങ്കിലും മാസത്തിലൊക്കെ കഴിയുമെങ്കിൽ ഇവിടെ അതിനു വേണ്ടിയിട്ടുള്ള ഒരു സ്ലിപ്പ് നമ്മുടെ ഓഫീസിലുണ്ടാകും. ഈ സ്ലിപ്പ് വാങ്ങി ഇതിനകത്ത് നമ്മുടെ പേരും ഡീറ്റെയിലും മാസത്തിൽ എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ കഴിയുമെങ്കിൽ ഇവിടുത്തെ ഗൂഗിൾ പേ നമ്പറൊക്കെ ഇതിനകത്തുണ്ട്. എന്തെങ്കിലും കഴിയുന്നവരുണ്ടെങ്കിൽ നിയത്ത് ചെയ്ത് അക്കാര്യം ഓഫീസിൽ അറിയിച്ചിട്ട്, അല്ലെങ്കിൽ സ്ഥാപനത്തിന്റെ മാനേജ്മെന്റ് ഉണ്ട്, അവരെ അറിയിച്ചിട്ട് പോവുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അർഹമായ പ്രതിഫലം അള്ളാഹു നൽകുമാറാകട്ടെ. എല്ലാ ഖൈറും നിഅമത്തും ദുനിയാവിലും ആഖിറത്തിലും എന്നെന്നും റഹ്മാനായ റബ്ബ് നിലനിർത്തി തന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. ആമീൻ ആമീൻ ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് വമിൻ ശർരി നഫ്ഫാഥാതി ഫിൽ ഉഖദ് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് الذي يوسوس في صدور الناس من الجنة والناس. നമ്മൾ ഓരോരുത്തരും നമ്മുടെ നിയ്യത്തുകൾ എന്തെല്ലാം ഉണ്ടോ മനസ്സിൽ കരുതിക്കൊണ്ട് ആമീൻ പറയും. അള്ളാഹുവിന്റെ പ്രത്യേകമായ കൃപയും സഹായവും ഇതുവരെയും മജ്‌ലിസിൽ ഉണ്ടായിട്ടുണ്ട്. അള്ളാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافئ مزيدا. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد ولك الشكر حتى ترضى. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم أنزله المقعد المقرب عندك يوم القيامة. اللهم ارزقنا في الدنيا زيارته وفي الآخرة شفاعته ولا تحرمنا رؤيته وأوردنا حوضه المورود واحشرنا غدا في زمرته تحت ظل لوائه المعقود. ربنا ظلمنا أنفسنا وإن لم تغفر لنا
وترحمنا لنكونن من الخاسرين يا حي يا قيوم برحمتك نستغيث يا حي يا قيوم برحمتك نستغيث يا حي يا قيوم برحمتك نستغيث اللهم إنا نعوذ بك من الهم والحزن ونعوذ بك من العجز والكسل ونعوذ بك من الجبن والبخل ونعوذ بك من غلبة الدين وقهر الرجال اللهم اكفنا بحلالك عن حرامك وبطاعتك عن معصيتك وبفضلك عمن سواك اللهم اشف أمراضنا وأمراض مرضانا الأمراض الظاهرية والباطنية والروحانية والجسمانية وسائر أمراض تافهة التي تخل العلم والعبادة وإشاءتها يا شافي الأمراض اللهم طول أعمارنا وأعمار أهلنا وأولادنا اللهم طول أعمارنا وأعمار أهالينا وأولادنا عمرا في طاعتك الطويلة والشفاء من كل داء اللهم سلمنا وسلم مهارنا وسلم كل من تعلق بنا من كل آفات الدارين وارزقنا وإياهم من سعادات الدارين അർഹമുർറഹീമായ അല്ലാഹ് കാരുണ്യവാനായ റഹ്മാനെ കരുണക്കടലായ അല്ലാഹ് ഞങ്ങളെ നീ സ്വീകരിക്കണം നാഥാ ഖബൂൽ ചെയ്യണേ അല്ലാഹ് ഈ ഒരുമിച്ച് കൂടലിനെ സ്വീകരിക്കണേ അല്ലാഹ് സാധുക്കളായി ചാരിറ്റി വില്ലേജിലെ മക്കളോടൊപ്പമുള്ള ഈ ആമീനിന്റെ ദുആഇന്റെ സദസ്സിനെ നീ കബൂലാക്കണം അല്ലാഹ് പടച്ചവനെ ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും മനസ്സിൽ കൊണ്ട് നടന്ന് നിന്റെ മുമ്പിലേക്ക് വന്നവരാണല്ലോ ഒരുപാട് വേദനകൾ മനസ്സിൽ കൊണ്ട് നടക്കുന്നവരാണ് റബ്ബേ പടച്ചവനെ വിശിഷ്യ ഈ സ്ഥാപനത്തിന്റെ ഇന്നേ വരെയുള്ള പ്രവർത്തനത്തിൽ സജീവമായി കൂടെയുള്ള ഓരോ വ്യക്തിത്വങ്ങളും പടച്ചവനെ അവരുടെ ജീവിതത്തിന്റെ നല്ലൊരു ഭാഗം ഇതിനു വേണ്ടി വിനിയോഗിച്ചവരാണല്ലോ അല്ലാഹുവേ അവരോരോരുത്തരും ഈ നാട്ടിലും പ്രവാസ ലോകത്തും വിദൂരങ്ങളിലും വിദേശങ്ങളിലും ഒക്കെ ആയി കഴിയുന്നവരുണ്ട് റബ്ബേ അല്ലാഹുവേ ഞങ്ങൾ ഓരോരുത്തരുടെയും മനസ്സിന്റെ വേദനകൾ അറിയുന്ന നീ കബൂൽ ചെയ്യണം ആ വേദനകളെ മാറ്റിത്തരണം രോഗങ്ങൾക്ക് ശമനം നൽകണം ആരോഗ്യവും ആഫിയത്തും നൽകണേ പടച്ചവനെ ശാരീരികമായി മാനസികമായി ഞങ്ങൾ അനുഭവിക്കുന്ന എന്തെല്ലാം രോഗങ്ങളും വിഷമങ്ങളും വേദനകളും ഉണ്ടോ ആന്തരികവും ബാഹ്യവുമായ ബുദ്ധിമുട്ടുകളുണ്ടോ ഒക്കെ നീ ശിഫയാക്കി തരണം അല്ലാഹു ഞങ്ങളെ കുടുംബങ്ങൾ അനുഭവിക്കുന്ന എല്ലാ തരത്തിലുള്ള രോഗാവസ്ഥകളുടെ ഇടങ്ങേറുകളുടെ ഷർറിന്റെ മുസീബാത്തിന്റെ ആഫത്തുകളിൽ നിന്ന് രക്ഷപ്പെടുത്തണമല്ലോ എല്ലാ ശൈത്വാനീയത്തിന്റെ പൈശാചിക ഉപദ്രവങ്ങളെ തൊട്ട് കാക്കണം റബ്ബേ എല്ലാ ഇടങ്ങേറുകളെ തൊട്ട് കാക്കണേ പടച്ചവനെ ഞങ്ങളെ മക്കളുമായി ബന്ധപ്പെട്ട എല്ലാ ഹലാലായ ആഗ്രഹങ്ങളെയും നിറവേറ്റണം പടച്ചവനെ അവരുടെ എല്ലാ അസ്വസ്ഥതകളെയും വേദനകളെയും പ്രയാസങ്ങളെയും മാറ്റണം പടച്ചവനെ എല്ലാ മാസവും ജീവിതത്തിന്റെ പല ഭാഗങ്ങളിലായി അത്യാവശ്യവും അനിവാര്യതയുമുള്ള ആവശ്യങ്ങളൊക്കെയുള്ളപ്പോഴും നീ കൊടുക്കുന്ന നിഅമത്തിന്റെ ഒരു വിഹിതം ഈ സ്ഥാപനത്തിലെ സാധുക്കൾക്ക് വേണ്ടി മാറ്റിവെച്ച് നൽകുന്ന ഒരുപാട് സാധുക്കളുണ്ട് റബ്ബേ അവരൊന്നും വലിയ സമ്പന്നരോ കഴിവുള്ളവരോ ഉള്ള അല്ലല്ല പടച്ചവനെ അല്ലാഹു നീ കൊടുത്ത ഞെരുങ്ങിയ പരിമിതമായ വിഹിതത്തിൽ നിന്നുമാണ് അവർ നൽകുന്നത് അർഹമായ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും അവർക്ക് നൽകണം പടച്ചവനെ എല്ലാ വിഷമങ്ങളും മാറ്റിക്കൊടുക്കണം ജീവിത വഴികളെ ഉയർച്ചയിൽ എത്തിക്കണേ റബ്ബേ എല്ലാവിധ സന്തോഷങ്ങളും സമാധാനവും നൽകണം പടച്ചവനെ വിവിധങ്ങളായ നിയ്യത്തുകളുമായി ദുആ വസിയ്യത്ത് ചെയ്ത ഓരോ വ്യക്തികളെയും മനസ്സിലുണ്ട് റബ്ബേ ഓർക്കുകയാണ് നാഥാ ആ ഓരോ വ്യക്തികളും അവരുടെ മനസ്സിൽ കണ്ടുകൊണ്ട് നിന്റെ മുമ്പിലേക്ക് സമർപ്പിച്ച ദുആഇന്റെ വസിയ്യത്തുകൾ അല്ലാഹുവിനുള്ളവന്റെ മുമ്പിലുണ്ട് റബ്ബേ ആ ഓരോ മനസ്സുകളുടെ വേദനകൾ എൻ്റെ മനസ്സിൽ നിന്ന് നിന്റെ മുമ്പിലേക്ക് ഇറക്കി വെക്കുന്നു പടച്ചവനെ ആ വേദനകൾ അറിയുന്ന ആവശ്യങ്ങൾ അറിയുന്ന റബ്ബേ
ഇനി ഒരിക്കൽ കൂടെ ആ വേദന പറഞ്ഞ് ദുആ ചെയ്യേണ്ട ഒരു അവസ്ഥ അവർക്ക് വെക്കല്ല റബ്ബേ. ആ വേദനകളെ മാറ്റി കൊടുക്കണേ റബ്ബേ. രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണം അല്ലാ. വിശിഷ്യ ഇന്നത്തെ ദിവസം ദുആഇന്റെ വസിയത്തോടെ ലിസ്റ്റ് വായിക്കപ്പെട്ട ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട് റബ്ബേ. അല്ലാഹുവിന്റെ എല്ലാവരുടെയും നിയ്യത്തുകളെ കബൂലാക്കണം അല്ലാ. ആവശ്യങ്ങളെ നിറവേറ്റണേ റബ്ബേ. രോഗങ്ങളെ മാറ്റണേ അല്ലാ. ഉപജീവന വഴികളിൽ ബറക്കത്ത് ചെയ്യണം അല്ലാ. ആരോഗ്യത്തിനും കച്ചവടത്തിനും ബറക്കത്ത് നൽകണം അല്ലാ. കുടുംബജീവിതത്തിൽ സലാമത്ത് നൽകണേ അല്ലാ. നേർച്ചകൾ പലതും ചെയ്തിട്ട് ആ നേർച്ചകളുടെ പൂർത്തീകരണത്തിന് വേണ്ടി വന്നവരുണ്ട് റബ്ബേ. കുടുംബജീവിതം നീ ഭദ്രമാക്കി കൊടുക്കണം റഹ്മാനെ. എല്ലാ അർത്ഥത്തിലുമുള്ള പൈശാചികമായ മുഴുവൻ ഇടപെടലുകളെ തൊട്ട് കാക്കണം അല്ലാ. എല്ലാവിധ ശർറിൽ നിന്നും കാത്തു രക്ഷിക്കണേ അല്ലാ. പടച്ചവനെ ഏതെല്ലാം ഹലാലായ ആഗ്രഹങ്ങൾ മുറാദുകൾ മനസ്സിൽ കരുതിക്കൊണ്ട് ദുആ വസിയത്ത് ചെയ്ത ആരെല്ലാം ഉണ്ടോ, ഈ മജ്‌ലിസിൽ ഇരിക്കുന്നവരുണ്ടോ, ഞങ്ങളുടെ മനസ്സിലുണ്ടോ, പടച്ചവരുടെ മുറാദുകളെ മുഴുവനും നീ സഫലമാക്കണം അല്ലാ. എല്ലാ തരത്തിലുള്ള പൈശാചികമായ ഉപദ്രവങ്ങൾ ഇടപെടലുകളെ തൊട്ട് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും സന്താനങ്ങളെയും വേണ്ടപ്പെട്ടവരെയും ഈ സ്ഥാപനത്തിന്റെ സഹായികളെ സഹകാരികളെ ഒക്കെ നീ എന്നെന്നും കാത്തു രക്ഷിക്കണേ അല്ലാ. പടച്ചവനെ ഞങ്ങൾ ചെയ്യുന്ന ഈ ഖിദ്മത്തിന്റെ ബറക്കത്ത് കൊണ്ട്, ഇതിന്റെ ബറക്കത്ത് കൊണ്ട് പടച്ചവനെ ഇതിന് നിന്നോടുള്ള നിനക്കുള്ള കരുണയുടെ പേരിൽ നീ പ്രത്യേകമായ കരുണ സദാസമയം ഞങ്ങൾക്ക് തരണമല്ലോ. എല്ലാവിധ അപകടങ്ങൾ, അത്യാഹിതങ്ങൾ, ആഫത്തുകൾ, മുസീബാത്തുകൾ, രോഗങ്ങൾ, പകർച്ചവ്യാധികൾ, ഇടങ്ങേറുകളെ തൊട്ട് തകർച്ചയെ തൊട്ട് കാക്കണേ റബ്ബേ. എല്ലാ വിഷജന്തുക്കളുടെ ആക്രമണത്തിൽ നിന്ന് കാക്കണം അല്ലാ. എല്ലാ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് കാക്കണം അല്ലാ. ഭൂമിയിൽ നിന്ന്, ആകാശത്ത് നിന്ന്, പ്രകൃതിയിൽ നിന്ന്, വലത്തു നിന്ന്, ഇടത്തു നിങ്ങളുടെ ഭാഗങ്ങളിൽ നിന്നൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള എല്ലാ തരത്തിലുള്ള നാശങ്ങൾ, ഇടങ്ങേറുകൾ, അപകടങ്ങളെ തൊട്ട് സദാസമയവും നിന്റെ കാവല് പ്രത്യേകം നൽകണം അല്ലാ. മനസ്സുകളെ നിയന്ത്രിക്കണം അല്ലാ. മനസ്സുകളെ നിന്റെ ഈമാനിലായി കരുത്തോടെ പിടിച്ചു നിർത്തണം അല്ലാ. മനസ്സുകളെ തളർന്നു പോകാതെ പിടിച്ചു നിർത്തണം അല്ലാ. ഒരു പരീക്ഷണവും ഞങ്ങൾക്ക് തരല്ലേ റബ്ബേ. നിന്റെ പരീക്ഷണം താങ്ങാൻ കഴിയാത്ത ബലഹീനരാണല്ലാ. പടച്ചവനെ നിന്റെ പരീക്ഷണം തന്ന് ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാ. പടച്ച റബ്ബേ, ഈ പ്രസ്ഥാനത്തിന്റെ സഹായികളായ, അഭ്യുദയകാംക്ഷികളായ, നല്ലവരായ ഒരുപാട് നൂറുകണക്കിന് സാധുക്കളായ സഹോദരങ്ങള് ഈ പ്രസ്ഥാനത്തിന്റെ വാട്സപ്പിന്റെ ഗ്രൂപ്പിലുള്ളവരുണ്ട് റബ്ബേ. അവരെ കൊണ്ട് കഴിയുന്നത് പോലെ അവരുടെ ജീവിതത്തിൽ നീ നൽകുന്ന നിഅമത്തിന്റെ ഒരു വിഹിതം നൽകിക്കൊണ്ട് ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട് റബ്ബേ. അല്ലാ, അവരോരോ സമയത്തും ദുആ ചെയ്യാൻ പറഞ്ഞ ആവശ്യങ്ങളെ നീ നിറവേറ്റി കൊടുക്കണേ അല്ലാ. ഇന്നത്തെ ദിവസം വരെ ദുആ വസിയത്ത് ചെയ്ത് ഗ്രൂപ്പിലൂടെയും അല്ലാതെയും ഓഫീസിലും ഒക്കെയായി വിളിച്ചു പറഞ്ഞ ആരെല്ലാം ഉണ്ടോ അവരുടെ നിയ്യത്തുകളെ കബൂലാക്കണം അല്ലാ. പടച്ചവനെ വേണ്ടപ്പെട്ടവരായവരിൽ നിന്നും ഞങ്ങളിൽ നിന്നും മരണപ്പെട്ട് നിന്നിലേക്ക് വന്ന ഖബറാളികളായ ഞങ്ങളുടെ വേണ്ടപ്പെട്ടവരുടെ ഖബറിടങ്ങളും നിന്റെ സ്വർഗീയ ആരാമങ്ങളിൽ ഉൾപ്പെടുത്തണം അല്ലാ. ജന്നാത്തുൽ ഫിർദൗസിന്റെ അഹ്ലികാരിൽ പെടുത്തണം അല്ലാ. സന്തോഷകരമായ പരലോകം നൽകണം അല്ലാ. റാഹത്തായ ആഖിറം നൽകണേ അല്ലാ. പടച്ചവനെ അതുപോലെ ഏതെല്ലാം നിയ്യത്തുകൾ പറഞ്ഞുകൊണ്ട് ദുആ വസിയത്ത് ചെയ്താരെല്ലാം ഉണ്ടോ ഇവിടെ മുഴുവൻ ഹലാലായ മുറാദുകളെ നീ നിറവേറ്റണേ അല്ലാ. പടച്ചവനെ ഈ സ്ഥാപനവും ഈ പ്രസ്ഥാനവും ഇന്നേ വരെ നിന്റെ കറാമത്ത് കൊണ്ട് സഞ്ചരിച്ചു വന്നതാണ് റബ്ബേ. വല്ലാത്ത പ്രതിസന്ധിയുടെ മുമ്പിലേക്ക് സഞ്ചരിക്കുമ്പോഴും നിന്റെ അഭൗതികമായ സഹായം ഒന്നുകൊണ്ട് മാത്രം ഇതേവരെ നീ കൊണ്ടുവന്നല്ലോ അല്ലാ. പടച്ചവനെ ഈ പ്രസ്ഥാനത്തിനെയും ഇതിന്റെ ശാഖകളെയും നിന്റെ പ്രത്യേകമായ കാവൽ കൊണ്ട് സഹായിക്കണം അല്ലാ. പടച്ചവനെ ഈ നാട്ടിലും വിദൂരങ്ങളിലും ഏതെല്ലാം നാടുകളിൽ നിന്നുകൊണ്ടാണെങ്കിലും ഈ പ്രസ്ഥാനത്തിന്റെ നന്മയ്ക്ക് വേണ്ടി സഹായിക്കുന്നവർ, സഹകരിക്കുന്നവർ, സഹായിക്കുന്ന മുഴുവൻ സഹായികളെയും ഇതിന്റെ നന്മയെ ആഗ്രഹിക്കുന്നവരെയും ദുനിയാവും ആഖിറവും നിന്റെ പ്രത്യേകമായ കാവലിലായി നീ രക്ഷപ്പെടുത്തണേ അല്ലാ. അധികാരികളെ മനസ്സുകളെ അനുകൂലമാക്കണം അല്ലാ. പടച്ചവനെ അനിവാര്യമായ മുമ്പിലെത്തിയ ഭൂമിയുടെ തരം മാറ്റം ഉൾപ്പെടെയുള്ള പ്രതിസന്ധികരമായ വിഷയങ്ങൾ അനുകൂലമായി എല്ലാ അർത്ഥത്തിലും സന്തോഷം നൽകുന്ന തീരുമാനങ്ങൾ അധികാരികളിലൂടെ നീ തുറന്നു തരണേ അല്ലാ. പടച്ചവനെ ഏതെങ്കിലും തരത്തിലുള്ള അറിവില്ലായ്മയുടെ പേര്, എന്തെങ്കിലും
ഏതെങ്കിലും തരത്തിലുള്ള പൈശാചികമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ആരെങ്കിലും ഏതെങ്കിലും ഭാഗത്ത് ചിന്തിക്കുന്നെങ്കിൽ അല്ലാഹുവേ അവർക്ക് നീ തിരിച്ചറിവ് കൊടുക്കണേ അല്ലാ, നീ തിരിച്ചറിവ് കൊടുക്കണേ അല്ലാ, നീ തിരിച്ചറിവ് നൽകണേ അല്ലാ. പടച്ചവനെ ഞങ്ങളുടെ എല്ലാ പ്രതിസന്ധിയും നിന്റെ മുമ്പിലുണ്ടല്ലോ അല്ലാ, ആവശ്യങ്ങളെ നിറവേറ്റണം അല്ലാ, ആഫത്തുകളെ തൊട്ട് കാക്കണം അല്ലാ. ഈ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാ. പടച്ചവനെ നിന്റെ പരിപാവനമായ ഹജ്ജിന്റെ മാസമാണല്ലോ റബ്ബേ, ഈ മാസത്തിൽ നിന്റെ പുണ്യമായ ഹറം ശരീഫിൽ ഞങ്ങളുടെ വീടുകളെ, കുടുംബങ്ങളെ, നാടുകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ വേണ്ടപ്പെട്ട ഒരുപാട് പേര് നിന്റെ ഹജ്ജിന്റെ കർമ്മത്തിലാണല്ലോ റബ്ബേ. അവിടെ ഹജ്ജിനെ ഉംറയെ സിയാറത്തിനെ മഖ്ബൂലും മർദിയുമാക്കണം അല്ലാ. അല്ലാഹുവേ എത്രയും വേഗം അടുത്ത വർഷത്തിൽ തന്നെ ആ പുണ്യമായ മണ്ണിൽ ഈ സമയം കഴിഞ്ഞുകൂടാൻ, ഈ സമയത്തെ പരിശുദ്ധമായ ഹജ്ജിന്റെ കർമ്മം അടുത്ത വർഷം തന്നെ നിർവഹിക്കാൻ ഞങ്ങൾക്കൊക്കെ നീ വിധി കൂട്ടണേ അല്ലാ. ഒരു ഹാജിയുടെ ഹജ്ജ് പോലും പാഴാക്കല്ല റബ്ബേ, ഒരാളുടെ കർമ്മം പോലും പാഴാക്കല്ല അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ആരോഗ്യത്തോടെ ആഫിയത്തോടെയുള്ള ദീർഘായുസ് ഞങ്ങൾക്കും കുടുംബത്തിനും വേണ്ടപ്പെട്ടവർക്കും നൽകണം അല്ലാ. പടച്ചവനെ ഈ പ്രസ്ഥാനത്തിലൂടെ മുന്നിൽ കാണുന്ന, സ്വപ്നം കാണുന്ന ഈ നാടിന്റെ ഉമ്മത്തിന്റെ ഒരുപാട് സഹായങ്ങളുടെ ലക്ഷ്യങ്ങളുണ്ട് റബ്ബേ. അതെല്ലാം അതിവേഗം പൂർത്തിയായി റാഹത്തോടെ മുന്നോട്ട് പോകുന്ന സന്തോഷകരമായ കാഴ്ചകൾ കാണാൻ നമുക്കും ഇതിന്റെ സഹായികൾക്കും സഹകാരികൾക്കും നീ തൗഫീക്ക് നൽകണം അല്ലാ. അതിനുള്ള ആഫിയത്തോടെ ആരോഗ്യത്തോടെ നീ ദീർഘായുസ് നൽകണം അല്ലാ. അതിന് തടസ്സമാകുന്ന ഒരു ആഫത്തും ബലായും മുസീബത്തും ഇല്ലാതെ, ഒരു അപകടങ്ങളും അത്യാഹിതങ്ങളും ആക്രമണങ്ങളും ഉപദ്രവങ്ങളും ജിന്ന് പൈശാചിക മനുഷ്യ സൃഷ്ടി ലോകത്തുനിന്ന് ഒരിക്കലും ഉണ്ടാകാതെ നിന്റെ പ്രത്യേകമായ കാവല് എന്നെന്നും നൽകണേ അല്ലാ. ഈ ദുആഇനെ നീ സ്വീകരിക്കണം അല്ലാ. അല്ലാഹുമ്മ റബ്ബനാ ലാ തറുദ്ദന്ന ഐദിയനാ ഖായിബീൻ بسبب ذنوبنا يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. والحمد لله رب العالمين بحق صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. അവയിലേക്ക് സന്തോഷത്തോടെ ഓർമ്മപ്പെടുത്തുന്നു. നമ്മൾ ഈ നമസ്കാരം നടക്കുന്ന ഈ ഹാളും ഇവിടത്തെ ആവശ്യങ്ങളൊക്കെ അറിയാം. ഇൻഷാ അല്ലാഹ് നമ്മുടെ മുമ്പിലായി പടച്ചറബിന് വേണ്ടി സുജൂദ് ചെയ്യാൻ, ഇതുപോലെ ദുആഇന്റെ ഒക്കെ മജ്ലിസിന് വേണ്ടിയിട്ടൊക്കെ ആയിട്ട് ഒരുങ്ങുന്ന നമസ്കാരത്തിന്റെ പ്രത്യേകമായ സൗകര്യം, പടച്ചറബിന് വേണ്ടിയിട്ടുള്ള ഭവനം ഇൻഷാ അല്ലാഹ് അടുത്ത മാസം ജൂലൈ 9-ാം തീയതി വ്യാഴാഴ്ച വൈകുന്നേരം ഇൻഷാ അല്ലാഹ് നമസ്കാരത്തിന് വേണ്ടിയിട്ട് മറ്റും ഔദ്യോഗികമായിട്ട് തുറക്കുകയാണ്. കഴിയുന്ന എല്ലാവരും ആ വൈകുന്നേരത്തെ ജൂലൈ 9 വ്യാഴാഴ്ച വൈകുന്നേരം അസ്ര നമസ്കാരാനന്തരം നടക്കുന്ന പരിപാടിയിൽ എല്ലാവരും സംബന്ധിക്കുക. കഴിയുന്ന ആളുകളോടെല്ലാം ഈ സ്ഥാപനത്തെയും പ്രസ്ഥാനത്തെയും പരിചയപ്പെടുത്തുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.